അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കോടികളുടെ ആസ്തിയുള്ള അതല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഉടമ സ്വയം ജീവനൊടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായിരിക്കാം. ഇങ്ങനെ ഇൻകം ടാക്സ് റെയ്ഡും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡും CBI റെയ്ഡും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു റെയ്ഡിന്റെ ഇടയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി സ്വയം നിറയൊഴിച്ച് മരിക്കുക എന്നുള്ളത് അപൂർവത്തിൽ അപൂർവമായ ഒരു സംഭവം തന്നെയാണ്. ഒരുപക്ഷെ രാജ്യം തന്നെ ഞെട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ബംഗളൂരുവിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഇൻകം ടാക്സ് നടത്തിയത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. നേരത്തെ തന്നെ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇൻകം ടാക്സിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ കേരളത്തിലും ചില സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള പരിശോധനകളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത്തരം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഇത്തരം പരിശോധനകളും അതുപോലെ തന്നെ ചില ക്രമക്കേടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമെങ്കിലും ഈ രീതിയിലുള്ള പരിശോധനയ്ക്കിടയിലുള്ള ഒരു മരണം അത്